ഹായ്, ശരത്താണ്. പി സി ജുവലേഴ്സിന്റെ അപ്ഡേറ്റ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Q4 റിസൾട്ട് അപ്ഡേറ്റ് ആണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. പി സി ജുവലേഴ്സിന്റെ ഈ ഒരു ക്വാർട്ടറിലെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 32% റവന്യൂ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 37% ഗ്രോത്ത് ആയിരുന്നു വന്നിരുന്നത്. അതിന് മുമ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 60%, 70%-ഒക്കെ മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. ഇപ്പോൾ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 32% കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത ബാക്കിയുള്ള കമ്പനികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കല്യാണാണെങ്കിൽ പോലും ഹൈ ബേസിൽ ഏകദേശം 64% ഗ്രോ ചെയ്തിരുന്നു. അതേപോലെ സെൻകോ ഗോൾഡ് നോക്കിയാൽ 46% ഗ്രോ ചെയ്തിരുന്നു. PNGS റേവ നോക്കിയാൽ അവർ ഏകദേശം 100%, 140%-ഓളം അവരുടെ ഓവറോൾ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇവരെ ഗോൾഡ് സെല് ചെയ്ത് ഒഴിവാക്കിയ പോലും ഏകദേശം 97%-ഓളം അവർക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ പി സി ജുവലേഴ്സിന്റെ 32% എന്ന് പറയുന്നത് അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു നമ്പറല്ല. കാരണം എന്ന് വെച്ചാൽ ഗോൾഡിന്റെ പ്രൈസിൽ തന്നെ ഏകദേശം ഇയർ ഓൺ ഇയറിൽ 70%-അടുത്ത് ഗ്രോത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ Q4 ഈ ഒരു Q4-ലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രോത്ത്, ഈ ഒരു ഫിഗേഴ്സ് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ മാനേജ്മെന്റ് അവർ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കമ്പനിയിൽ ഡെപ്റ്റ് റിഡക്ഷന്റെ ഒരു ബേസിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നേരത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ARC കമ്പനീസും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. സോ ആ ഒരു ലോൺ അവർ മാക്സിമം ഡെപ്റ്റ് അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 68%-ഓളം അവരുടെ ഡെപ്റ്റ് അവർ കുറച്ചിരുന്നു. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 23%-ഓളം അവരുടെ ഡെപ്റ്റ് കുറച്ചിട്ടുണ്ട്. എന്തായാലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് ഡീസെന്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ പീർസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ ഡീറ്റെയിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ കമ്പനികളെ എല്ലാം കൂടെ ഒന്നുകൂടെ കമ്പയർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ടൈറ്റന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല, അതുപോലെ തന്നെ കാർഡിലിന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല. സോ അത് രണ്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ രണ്ടിന്റെ വീഡിയോസ് ഇതിന്റെ പുറകെ തന്നെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.